എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് പോയി പഠിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയി പഠിക്കുക, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിൽ പുറത്ത് ജോലി ചെയ്യുക എന്നുള്ള ഒരു ട്രെൻഡ് വളരെ റാപ്പിഡായിട്ട് അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് പഠിക്കുന്നവർക്ക് വലിയ താല്പര്യമില്ല, കേരളത്തിന് പുറത്ത് പഠിക്കുന്നു, കേരളത്തിൻ്റെ പുറത്ത് ജോലിക്ക് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജോലിയെക്കുറിച്ചാണ്. കേരളത്തിന് പുറത്തുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള 1-ാം ക്ലാസ് ജോലിയെക്കുറിച്ചിട്ടുള്ളതാണെന്നുള്ളത്. അതിൻ്റേതായിട്ടുള്ള കടമ്പകൾ കൂടി കടന്നു പോയി കഴിഞ്ഞാലാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയുക എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് മിക്കവാറും ജോലികളെക്കുറിച്ചും അതുപോലെ തന്നെ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ മറ്റുള്ള ഇമ്പോർട്ടൻസുകളെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ കലാംസ് വ്ളോഗിൽ അബ്ദുൽ കലാം ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് യഥേഷ്ടം ഒഴിവുകളിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിനകത്ത് എയിംസ് ഇല്ല, നിങ്ങൾക്കറിയാം. അതായത് ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, മെഡിക്കൽസുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ളത്. അതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളിലേക്കുമായിട്ട് യഥേഷ്ടം ഒഴിവുകളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അത് +2 മുതൽ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള അവർക്കുള്ള അപേക്ഷകളാണ് അവിടെ കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 66 വകുപ്പുകളിലായി, അതായത് ഒരു സ്ഥാപനത്തിന് വേണ്ട സാനിറ്റേഷൻ മുതൽ അതിൻ്റെ മാനേജർ വരെ മുതലുള്ള എല്ലാ വേക്കൻസികളും ഉൾപ്പെടുന്ന വേക്കൻസികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ SLC +2 കഴിഞ്ഞവർക്ക് അതിൽ സാധ്യതയുണ്ട്, IT കഴിഞ്ഞവർക്കുള്ള സാധ്യതകളുണ്ട്, ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള സാധ്യതയുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് സാധ്യതയുണ്ട്, ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് 66 വകുപ്പുകളിലായിട്ട് 4597 ഒഴിവുകളിലേക്കാണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതാണ്. അതായത് അസിസ്റ്റൻറ്റ് ഓഫീസർ, ഡാറ്റ എൻട്രി ഓഫീസർ, നഴ്സിംഗ് ഓഫീസർ, LDC, UDC, ജൂനിയർ എഞ്ചിനീയർ, കെയർ ടേക്കർ, അതായത് സാനിറ്ററി ഇൻസ്പെക്ടർ ഗ്രേഡ് 1, 2, ടൈലർ, പ്ലംബർ, അതുപോലെ തന്നെ പെയിൻറ്റർ, മെക്കാനിക്ക്, സ്റ്റോർ കീപ്പർ, അതുപോലെ തന്നെ മെക്കാനിക്ക്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഒഴിവുകളിലേക്കാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകളുടെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇതിനുള്ള എൻട്രി എന്ന് പറയുന്നത് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അവസാന തീയതി 31/1/2025 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. കറക്ഷന് വേണ്ടി 12/2/25 മുതൽ 14/2/25 വരെ അവസരമുണ്ട്. കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ 2025 എന്നുള്ള പരീക്ഷയിലൂടെയാണ് അത് പാസ്സാകേണ്ടത്. അത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ എൻട്രി കിട്ടുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞാൽ 3000 രൂപയാണ്. SC ST അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് EWS പറഞ്ഞാൽ ഒരുപാട് പേര് വിടും. ഓപ്പൺ അല്ലാത്ത എല്ലാവരും തന്നെ EWS വരുന്ന ഒരു കണ്ടീഷനാണ്. അവർക്ക് 2400 രൂപയാണ് അപേക്ഷാ ഫീസ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ഉണ്ട്, ഡിപ്ലോമയുണ്ട്, ITI ട്രേഡുകളുണ്ട്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനുണ്ട്. ഇത്രയും ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും തന്നെ അതിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണെന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ക്വസ്റ്റ്യൻസുള്ള 100 ക്വസ്റ്റ്യൻസിലുള്ള 90 മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ്. അതിൽ 25 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ GK ആപ്റ്റിറ്റ്യൂഡും പിന്നെ അതുപോലെ തന്നെ നോളജ് അബൌട്ട് കമ്പ്യൂട്ടറാണ്. ബാക്കി 75 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളതാണ്. 100 ക്വസ്റ്റ്യൻസാണ് അതിനുണ്ടാവുക. 4 മാർക്കാണ് ഓരോന്നിനും ഉണ്ടാവുക. അതിൽ മൈനസ് മാർക്കുണ്ട്. ഒരു തെറ്റ് ആൻസറിന് 1/4 എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എക്സാമിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ സർക്കാരിൻ്റെ വേക്കൻസികളിലേക്കെല്ലാം തന്നെ നമ്മൾ കൂടി കേരളത്തിലുള്ളവർക്ക് കൂടി അവകാശമുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, റിലേറ്റീവ്സ് ആയിട്ടുള്ളവരുണ്ട്, എയിംസിലും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമിനേഷൻ എന്നുള്ള കടമ്പ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നടക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. 66 വകുപ്പുകളിലായിട്ട് അതിൻ്റെ 4597 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ സിലബസിനെ കുറിച്ച് 15ാമത്തെ നോട്ടിഫിക്കേഷനിൽ 15ാമത്തെ പേജ് മുതൽ 18 പേജുകളെ കുറിച്ചിട്ട് വേക്കൻസികളെക്കുറിച്ചും എവിടേക്കാണ് സ്ഥലം, എവിടേക്കാണ് ഒഴിവുകൾ എന്നുള്ളതിനെക്കുറിച്ച്, അതിന് വേണ്ട ക്വാളിഫിക്കേഷനെ കുറിച്ച്, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്നുള്ളതിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ പേജ് 23 മുതൽ 197 വരെയുള്ള പേജുകളിലേക്കിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളതെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അതർ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബോഡീസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഒരു 20,000 മുതൽ 1,00,000 ചില്ലാനം വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. സ്കെയിൽ ഓഫ് പേ 2 മുതൽ സ്കെയിൽ ഓഫ് പേ 7 വരെയുള്ള സ്കെയിൽ നമുക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അപ്ലിക്കേഷൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ധാരാളം ഒഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേർക്കുള്ള ഒരു സുവർണ്ണ അവസരമാണിത് എന്ന് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അടുത്ത ഒരു പുതിയ വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.